السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله ما بعد. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, അള്ളാഹു നമുക്കൊക്കെയും സന്തോഷങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തആല തീർത്തു തരട്ടെ. ഞാൻ വളരെ വ്യക്തമായും ശക്തമായും പറയുന്നു, പ്രയാസങ്ങളൊന്നും നീങ്ങുന്നില്ല, വിഷമങ്ങൾ ദൂരീകരിക്കാൻ പറ്റുന്നില്ല, കടങ്ങൾ വരുത്തുകൊണ്ടിരിക്കുന്നു, രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. പരീക്ഷണങ്ങളൊക്കെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അവരുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാനും സയ്യിആത്തുകൾ മായ്ക്കപ്പെടാനും കാരണമാക്കി തീരുന്നു. പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള ക്ഷമ അല്ലാഹു നമുക്ക് തരട്ടെ. എന്ത് ചെയ്തിട്ടും ഒരു ഗുണവും കിട്ടുന്നില്ല, എവിടെയും എത്തുന്നില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട പരമപ്രധാനമായ ഒരു കാര്യമാണ് 5 നേരത്തെ നിസ്കാരം ഒരു നിലക്കും ഖളാക്കാൻ പാടില്ല. ഒരു നിലക്കും നിസ്കാരം ഖളാക്കാൻ പാടില്ല. നിസ്കാരം ഖളാക്കിയതിൻ്റെ പേരിൽ അല്ലാഹു തആല ശിക്ഷിക്കാതിരിക്കുന്നവർ ഒന്ന് മറന്നുപോയവരും അതുപോലെ ഉറങ്ങിപ്പോയവരും അല്ലേ. ബാക്കിയുള്ള ഒരാൾക്കും ഒരു കാര്യത്തിലും ഒരു വിഷയത്തിലും, അത് കല്യാണത്തിൻ്റെ പേരിലായാലും വീട്ടിക്കൂടലിൻ്റെ പേരിലായാലും മറ്റ് ബിസിനസ്സിൻ്റെ തിരക്കിനിടയിലായാലും ഒരു നിലക്കും ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ലാത്തൊരു കാര്യമാണല്ലോ നിസ്കാരം. ആ നിസ്കാരം ഖളാക്കിയിട്ട് നമ്മൾ കുറേ അതും ഇതൊക്കെ ചെയ്ത് കുറേ അക്കാര്യം ചെയ്ത് ഇക്കാര്യം ചെയ്ത് കുറേ ദിക്റിയല്ലേ എന്നിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് ഉപയോഗപ്രദമാവണമെങ്കിൽ, അതൊക്കെ ഫലപ്രദമാവണമെങ്കിൽ ഈ 5 നേരത്തെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത രൂപത്തിൽ അത് കൊണ്ടു നടക്കാൻ കഴിയണം. നിസ്കാരം ഖളാക്കുന്നവർക്ക് ബറക്കത്ത് അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ തന്നെ ഉയർത്തിക്കളയും. അതുകൊണ്ട് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ തീരുമാനിച്ചോളണം, എൻ്റെ ജീവിതത്തിൽ മരണം വരെ എന്ത് കാരണത്താലും ഞാൻ എൻ്റെ നിസ്കാരം ഖളാക്കുകയില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് നോക്കൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മുടെ എല്ലാ വിഷയത്തിലും പരിഹാരമാകും. നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ കാരണമാകും, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, നമ്മുടെ ബിസിനസ് വളരും, നമ്മുടെ സിഹർ ബാത്തിലാകും, അങ്ങനെ തുടങ്ങി നമ്മുടെ കണ്ണേർ കൊണ്ടുണ്ടാകുന്നതായ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാകും. അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാകുന്നതും അതുപോലെ നാം ചെയ്യുന്ന അമാലുകൾ വേണ്ടതുപോലെ ഫലിക്കുകയും നാം ചെയ്യുന്ന ദിക്റുകളൊക്കെ വേണ്ടതുപോലെ ഫലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അത് സ്വീകരിക്കണം. അത് ഖളാക്കാതെ നിസ്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. അപ്പോഴേ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാ രംഗത്തും അല്ലാഹു തആല പരിപൂർണമായ വിജയം നൽകുകയുള്ളൂ. നിസ്കാരം ഖളാക്കാതെ കാത്തു സൂക്ഷിക്കുന്ന, അതിനോട് വലിയ പ്രതിബദ്ധതയുള്ളവരായി അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.